നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ പാക് പഞ്ചാബിലെ സർഗോദയും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ സർഗോദയിലെ റൺവേ തകർന്നു കിടക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. 2003 ഒരു അപകടത്തിൽ മരിച്ച പാകിസ്ഥാന്റെ മുൻ വ്യോമസേനാ മേധാവി മുഷഫ് അലി മിറിന്റെ പേരിലാണ് ഈ വ്യോമതാവളം അറിയപ്പെടുന്നത്. ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് രണ്ട് രാജ്യങ്ങളുടെയും വ്യോമസേനകളും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു ചരിത്രം കൂടി സർഗോദ വ്യോമതാവളത്തിന് പറയാനുണ്ട്. ഇന്ത്യയുടെ വിൻറ്റേജ് മിസ്റ്റിയർ 4A യുദ്ധവിമാനവും ഏറെ അഡ്വാൻസ്ഡ് ടെക്നോളജിയോട് കൂടിയ പാകിസ്ഥാന്റെ വളരെ നൂതനമായ F-104 സ്റ്റാർ ഫൈറ്ററും തമ്മിലുള്ള അത്തരമൊരു ഡോഗ് ഫൈറ്റ് അന്ന് നടന്നിരുന്നു. ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഡോഗ് ഫൈറ്റ്. അത്തരം പോരാട്ടത്തിൽ വിജയം നിർണ്ണയിക്കുന്നത് വിമാനമല്ല, മറിച്ച് പൈലറ്റിന്റെ കഴിവ് കൂടിയാണ് എന്ന് തെളിയിച്ച സംഭവം കൂടിയായിരുന്നു അത്. സ്ക്വാഡ്രൺ ലീഡർ AB ദേവയ്യ എന്ന പൈലറ്റിന്റെ ധീരത ചരിത്രത്തിൽ എഴുതപ്പെട്ട സംഭവം കൂടിയായിരുന്നു അത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മരണശേഷം 22 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത ധീരതാ ബഹുമതിയായ മഹാവീർ ചക്ര മരണാനന്തര പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നത്. അത്തരത്തിൽ മരണാനന്തരം ഈ പുരസ്കാരം ലഭിച്ച ഏക ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനും അദ്ദേഹമായിരുന്നു. അതിനും കാരണമുണ്ട്. സംഘർഷമുണ്ടായ അതേ വർഷം 1965 സെപ്റ്റംബർ 6 പാകിസ്ഥാൻ ആദംപൂർ, ഹൽവാര, പത്താൻകോട്ട്, ജാംനഗർ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ താവളങ്ങൾ ആക്രമിച്ചു. അടുത്ത ദിവസം ഇന്ത്യൻ വ്യോമസേന ശക്തമായ പ്രത്യാക്രമണം നടത്തുകയും സർഗോദ വ്യോമതാവളത്തിൽ ബോംബിടുകയും ചെയ്തു. ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സ്ക്വാഡ്രൺ ലീഡർ AB ദേവയ്യ മിസ്റ്റിയർ 4A യുദ്ധവിമാനം പറത്തിയിരുന്നത്. പാക് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് അംജദ് ഹുസൈൻ പറത്തിയ വളരെ മികച്ച PAF സ്റ്റാർ ഫൈറ്ററുമായി ഇത് ഏറ്റുമുട്ടുകയും ചെയ്തു. രണ്ട് വിമാനങ്ങളും തകർന്നു. പാകിസ്ഥാന്റെ പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയപ്പോൾ ദേവയ്യയ്ക്ക് അതിന് സാധിച്ചില്ല. എന്നാൽ ദേവയ്യ പാക് യുദ്ധവിമാനത്തെ വീഴ്ത്തിയത് ഇന്ത്യയുടെ ബാക്കിയുള്ള സ്ക്വാഡ്രണുകൾ അറിയാതെ പോയി. വ്യോമസേനയിൽ ഉപയോഗിക്കുന്ന ഒരു സൈനിക പദമാണ് സ്ക്വാഡ്രൺ. ഒരു സ്ക്വാഡ്രണിൽ നിശ്ചിത എണ്ണം വിമാനങ്ങളും നിശ്ചിത എണ്ണം പൈലറ്റുമാരും നിശ്ചിത എണ്ണം ഗ്രൗണ്ട് സ്റ്റാഫും നിശ്ചിത എണ്ണം സാങ്കേതിക ജീവനക്കാരും ഒക്കെ ഉണ്ടായിരിക്കും. സാധാരണയായി ഒരു സ്ക്വാഡ്രണിൽ 18 വിമാനങ്ങളാണുള്ളത്. വിംഗ് കമാൻഡർ റാങ്ക് ഓഫീസറാണ് ഇത് കമാൻഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആ സ്ക്വാഡ്രൺ സംഘം ദേവയ്യയുടെ പോരാട്ടത്തെക്കുറിച്ച് അറിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ വീരോചിതമായ വിജയത്തെക്കുറിച്ച് അറിയാതെ പോയതിനാൽ തന്നെ സ്ക്വാഡ്രൺ ലീഡർ ദേവയ്യയെ സംഘർഷത്തിനിടെ കാണാതായതായി ഇന്ത്യ പരിഗണിക്കുകയായിരുന്നു. പിന്നീട് 1979 പാകിസ്ഥാൻ സ്പോൺസേഡായി ഇന്ത്യ പാകിസ്ഥാൻ വ്യോമയുദ്ധം 1965 എന്ന പേരിൽ ബ്രിട്ടീഷ് വ്യോമയാന ചരിത്രകാരനായ ജോൺ ഫ്രിക്കർ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. അതിൽ ഈ ആകാശ പോരാട്ടത്തെക്കുറിച്ചും ദേവയ്യയുടെ വീരോചിതമായ നേട്ടത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. ദേവയ്യയുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ ഫ്രിക്കറുടെ പുസ്തകത്തിലെ പല കാര്യങ്ങളും പാകിസ്ഥാന് വേണ്ടിയുള്ള പ്രചാരണമായിരുന്നുവെന്നാണ് ഉയർന്നു വന്നിരുന്ന ഒരു വിമർശനവും. പുസ്തകത്തിൻ്റെ സഹരചയിതാവായ PVS ജഗൻമോഹൻ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത്, 1-ാം നമ്പർ സ്ക്വാഡ്രണിൻ്റെ കമാൻഡിംഗ് ഓഫീസറായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ OP തനേജ ഫ്രീക്കറുടെ പുസ്തകം വായിച്ചിരുന്നുവെന്നും F-104 വെടിവെച്ചിട്ടത് ദേവയ്യ ആണെന്നും ആ സംഘർഷത്തിൽ പരിക്കേറ്റ ഒരേയൊരു വ്യക്തി അദ്ദേഹമാണെന്നുമായിരുന്നു. ദേവയ്യ പറത്തിയ വിമാനമൊഴികെ രാവിലത്തെ സംഘർഷത്തിന്റെ ഭാഗമായ എല്ലാ ഇന്ത്യൻ വിമാനങ്ങളും ആദംപൂരിലേക്ക് മടങ്ങിയതായി ബ്ലൂ സ്കൈസ് പോഡ്കാസ്റ്റിൽ വ്യോമസേന ചരിത്രകാരനായ PR ഗണപതിയോട് ജഗൻമോഹൻ പറഞ്ഞു. പിന്നീട് ദേവയ്യയുടെ മിടുക്കിനെക്കുറിച്ച് ലോകമറിഞ്ഞപ്പോൾ AB ദേവയ്യയുടെ പേര് മഹാവീർ ചക്രത്തിന് ശുപാർശ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ തനേജ എയർ ചീഫ് മാർഷൽ ഇദ്രിസ് ഹസൻ ലത്തീഫിന് കത്തെഴുതുകയായിരുന്നു. അന്നുണ്ടായ സംഘർഷത്തിൽ ദേവയ്യ പാകിസ്ഥാൻ മണ്ണിൽ മരിച്ചു വീഴുകയായിരുന്നുവെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 32 വയസ്സായിരുന്നു പ്രായം. 22 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുന്ദരി ദേവി അദ്ദേഹത്തിന് വേണ്ടി മഹാവീർ ചക്രം സ്വീകരിച്ചു. ഈ സംഭവം പിന്നീട് സിനിമയായും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ദേവയ്യയുടെ ധീരമായ നേട്ടത്തെക്കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല. പക്ഷേ സർഗോദയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം ചരിത്രം അറിയാവുന്നവർ സ്ക്വാഡ്രൺ ലീഡർ ദേവയ്യയെയും അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെക്കുറിച്ച് ഇന്നും ഓർമ്മിക്കാറുണ്ട്.